സോ ഗൈസ്, അപ്പം നമ്മൾ ഇത്ര നേരം കൊണ്ട് നുള്ളു തൊട്ട് ഹുണ്ടേർട്ട് വരെ എങ്ങനെയാ പറയാ, അതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക, അതിന്റെ പാറ്റേൺ എന്താ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. നുള്ളു തൊട്ട് ഹുണ്ടേർട്ട് വരെ. നേരത്തെ ഞാൻ പറഞ്ഞു 100നെ നമ്മൾ ഹുണ്ടേർട്ട് എന്നാ പറയാന്ന്. ഹുണ്ടേർട്ട് എന്ന് മാത്രമല്ല ഐൻ ഹുണ്ടേർട്ട് എന്നും പറയാം. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ 100 എന്നും 100 എന്നും പറയുന്ന പോലെ തന്നെയാണ് ജർമ്മനിൽ ഹുണ്ടേർട്ടും ഐൻ ഹുണ്ടേർട്ടും. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ പഠിക്കാൻ പോകുന്നത് 100 തൊട്ടുള്ള പാറ്റേണും അതെങ്ങനെ എഴുതുക, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാണ് 101 തൊട്ട് പറയാന്നുള്ളത്. ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട് 101. 101നെ നമ്മൾ എങ്ങനെയാ പറയാ? 100 1. അതായത് 100ഉം 1ഉം. 1നെ നമ്മൾ എന്താ പറയാ? 1. 100നെ 100 എന്ന്. അത് രണ്ടും ഒരുമിച്ച് ചെയ്താണ് നമ്മളിവിടെ ചെയ്തേക്കണം. 100 1. അതായത് 101. 101ന് എന്താ പറയാ? 100 1. 100 1. ഓക്കെ, ഇനി നമുക്ക് 102 എങ്ങനെയാ വായിക്കാൻ നോക്കാം. 102. 102. അടുത്തത് 103. അതെങ്ങനെയാ വായിക്കുക? 103. 103. ഇനി 104. അതായത് 104. 104. 104. ഓക്കെ, 104. അടുത്തതാണ് 105. അതായത് 105. 105. അടുത്തത് 106. അതായത് 106. 106 എങ്ങനെയാ വായിക്കുക? 106. 107. 107. എങ്ങനെയാ വായിക്കുക? 107. 107. 107. 108. അതായത് 108. 108. 108. അടുത്തത് 109. അതായത് 109. 109. 109. 109. അടുത്തത് 110. അതെങ്ങനെയാ വായിക്കുക? 110. ഇതിൽ വരുന്ന നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ 100ന്റെ കൂടെ 1, 2, 3, 4, 5 അതങ്ങനെ എഴുതി പോവാ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്വാൻസിഷ് വരെയും സെയിം ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോ അത് 111, അതായത് 111 നമ്മൾ എന്താ പറയാ? 111. ഇനി 112 ആണെങ്കിലോ 112. 113. 114. 115. ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ 20 വരെ ഫോളോ ചെയ്യും. ഇനി 20 തൊട്ട് നമുക്കൊരു ഡിഫറൻസ് തോന്നാ എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 21ന് നമ്മൾ എന്താ പറയാ? 120 എന്ന് പറയും. 120. 21. 120. അപ്പൊ 121 എന്ന് നമ്മൾ എങ്ങനെ പറയും? 120. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 നമ്മൾ എഴുതി. 100 എഴുതിയതിനു ശേഷം നമ്മൾ ഡയറക്റ്റ് 21 എന്ന് എഴുതാം. 21ന് നമ്മൾ 120 എന്നാ പറയണമെങ്കിൽ നമ്മൾ 100ന്റെ കൂടെ 120 എന്ന് എഴുതുന്നു. അതാണ് 120. 121. ഇനിയിപ്പോ 22ന് നമ്മൾ എന്താ പറയാ? 22. അപ്പൊ നമ്മൾ 122 എന്നെങ്ങനെ പറയാ? 122. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 122. 122. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇനിയുള്ള എല്ലാ നമ്പേഴ്സിന്റെ പാറ്റേൺസും ഫോളോ ചെയ്യുക. ഇവിടെ നോക്കി 130 ഞാൻ എഴുതിയിട്ടുണ്ട്. 130. 30ന് നമ്മൾ 30 എന്നാ പറയാം. അപ്പൊ 130ന് നമ്മൾ 130 എന്ന് പറയും. ഓക്കെ, അപ്പൊ 131ന് നമ്മൾ എന്ത് പറയും? 131. 131. 131. ഇനി ഈ പാറ്റേൺ തന്നെ നമ്മൾ ഇനി 141നും 151നും ഒക്കെ ഇങ്ങനെ തന്നെയാ പറയാ. 141 ആണെങ്കിൽ എന്ത് പറയും? 41ന് എന്താ പറയാ? 140. അപ്പൊ 141 140 എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, ഇനി 200 നമ്മൾ എങ്ങനെ പറയും? 200. 100 എന്ന് പറയുമ്പോൾ നമ്മൾ 100 എന്ന് പറഞ്ഞു. അപ്പൊ 200 എന്താവും? 200. അപ്പൊ 201 എന്ന് നമ്മൾ എങ്ങനെ പറയും? 201. അവിടെ നമ്മൾ 1 തന്നെയാണ് ഇത്, 1 എന്നല്ല 1 തന്നെ ഇതും. അപ്പൊ 201. അപ്പോ 202 ആണെങ്കിലോ 200 എന്ന് പറയും. 200 എഴുതുന്നു, ഇവിടെ 2 എഴുതുന്നു.
ഇനി 203 ആണെങ്കിലോ 203 എന്ന് എഴുതുന്നു. ഈ സെയിം പാറ്റേൺ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ലാസ്റ്റ് ഇനി 1000 എത്തുമ്പോൾ അവിടെയാണ് ഇതിന്റെ പാറ്റേണിൽ ചേഞ്ചസ് വരാം. അപ്പൊ 1000 നമ്മൾ എന്താ പറയാ? 1000 നമ്മൾ 1000 എന്നാണ് പറയാ. 1000. ഇനി നമ്മൾ 1000 തൊട്ടുള്ള പാറ്റേൺസും പഠിക്കും. പക്ഷെ നമുക്കിത് അതിന് മുന്നായിട്ട് ഇനി കുറച്ച് റാൻഡം നമ്പേഴ്സ് നമുക്ക് എങ്ങനെയാ അത് എഴുതി കഴിഞ്ഞാൽ അതെങ്ങനെയാ ആ പാറ്റേൺ എഴുതുക, ആ നമ്പർ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക എന്നൊക്കെ നോക്കാം. നമ്മൾ ഇത്ര പഠിച്ചല്ലോ, ഇനി നമുക്ക് അതിന്റെ എക്സസൈസസ് ചെയ്തു നോക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് തരാം. അപ്പൊ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആ നമ്പേഴ്സ് തന്നെ എഴുതാൻ നോക്കുക. കിട്ടുന്നുണ്ടോ നോക്കുക, ട്രൈ ചെയ്യുക. കിട്ടിയതിന് ശേഷം ഞാൻ അതിന്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം.